രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേതാക്കളൊക്കെ പിന്തുണ അർപ്പിച്ചെത്തിയ ആളുകളുടെ ഒരു നീണ്ട നിര ലിസ്റ്റുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ ഒരു തീരുമാനം ഇത്തരത്തിലെടുക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമല്ല. ഇതിനിടയിൽ മറ്റൊരു വിവരം വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷേ കീഴടങ്ങിയേക്കാം എന്നുള്ളതാണ്. രാഹുൽ കാസർഗോഡ് സുള്ളിയയിലെത്തിയെന്നാണ് ഇപ്പോൾ സൂചന. ഹോസ്ദുർ കോടതിയിൽ കീഴടങ്ങാനുള്ള നീക്കത്തിലാണ്. കോടതിയിൽ പോലീസ് സംഘമുണ്ട്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ബൈജു, ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ ഏതോ ഒരു ഭാഗത്താണ് രാഹുൽ ഉള്ളത് എന്നാണ്. ഒരുപക്ഷെ കാസർഗോഡേക്ക് എത്താനായിരിക്കും രാഹുലിന് കുറച്ചുകൂടി എളുപ്പം. ഇങ്ങനെ ഒരു വിവരം ലഭിച്ചത് എങ്ങനെയാണ്? കീഴടങ്ങലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്ഥിരീകരണമുണ്ടോ? അതിനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ അവിടെ ആയിട്ടുണ്ടോ? രഞ്ജിത്തെ, പോലീസിൽ നിന്നും അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരമാണിത്. ഈ ഡ്രൈവറെ പിടികൂടിയതിൽ നിന്നും ഡ്രൈവർ സുള്ളിയിൽ ഈ രാഹുലിന്റെ ഇറക്കിവിട്ടെന്നാണ് പറയുന്നത്. ഒരു ഫാം ഹൗസിൽ തങ്ങിയെന്നും ഒരു സൂചനയുണ്ട്. അങ്ങനെയാണ് ഹോസ്ദുർഗ് കോടതിയിൽ രാഹുൽ ഹാജരാകുമെന്ന ഒരു വിവരം വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള പോലീസ് സന്നാഹം ഇവിടെ 2 കവാടമുണ്ട് ഹോസ്ദുർഗ് കോടതിക്ക്. ഈ 2 കവാടത്തും വലിയ തോതിലുള്ള പോലീസ് സന്നാഹത്തെ കാണാം. ഈ വിധി പ്രതികൂലമായാൽ, വിധി ആ രീതിയിൽ വരികയാണെങ്കിൽ രാഹുൽ ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാകും എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. 2 വഴിയാണ് രാഹുലിന് സുള്ളിയിൽ നിന്നും ഈ കാഞ്ഞങ്ങാടേക്ക് എത്താനുള്ളത്. അതിൽ ഒന്ന് പാണത്തൂർ വഴിയാണ്. ആ വഴി രാജപുരം വരെ എന്ന് പറയുന്ന സ്ഥലം വരെ രാഹുൽ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഇത്തരത്തിൽ സൂചനകളാണ്. പോലീസിൽ നിന്നൊക്കെ അനൌദ്യോഗികമായി ഇന്റലിജൻസിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങളാണ്. അതല്ലെങ്കിൽ മാണിമൂല ബന്തെടുക്ക വഴി, പെരിയ വഴിയും വരാം. അങ്ങനെ 2 പാതകളുണ്ട്. ഈ പാതകളിലെല്ലാം പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങളിലോ മറ്റോ വരികയാണെങ്കിൽ കണ്ടെത്തുക പ്രയാസകരമാണ്. അതുകൊണ്ടാണ് കോടതിയിൽ വലിയ തോതിലുള്ള പോലീസ് സന്നാഹത്തെ ഒരുക്കിയത്. ഇവിടെ ഇതേപോലെ തന്നെ കാസർഗോഡ് സമാനമായ ജില്ലാ സെഷൻസ് കോടതിയിലും പോലീസ് സുരക്ഷ കാവൽ ഉണ്ട്. അവിടെയും എത്തുമെന്നൊരു സൂചനയുണ്ട്. പക്ഷേ ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാകും. ഈ വിധി പ്രതികൂലമായി വരികയാണെങ്കിൽ ജാമ്യം ഹർജിന്മേൽ ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാകുമെന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും വിവരങ്ങളുള്ളത്. ആ രീതിയിൽ പോലീസും മുന്നോട്ട് പോകുന്നു. ഇന്റലിജൻസിൽ നിന്നും നമുക്ക് പലപ്പോഴും ലഭിക്കുന്ന വിവരങ്ങൾ രാഹുൽ തൊട്ടടുത്ത് ഈ കോടതിയുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഏതായാലും കോൺഗ്രസ്കാരുമായി ആളുകളുമായി ബന്ധപ്പെട്ടപ്പോഴൊന്നും നമുക്ക് ഔദ്യോഗികമായ അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിൽ നിന്നോ അത്തരം സൂചനകളൊന്നും ലഭിക്കുന്നില്ല. ഇത് പോലീസിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്നത്. കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കളെയോ മറ്റോ രാഹുലിന്റെ അടുപ്പക്കാരൊക്കെ ഈ മേഖലയിൽ കാണുമല്ലോ. ഇയാൾ ബന്ധപ്പെട്ടതായി എന്തെങ്കിലും വിവരമുണ്ടോ? ഈ കാസർഗോഡ് ഇപ്പോൾ ബാംഗ്ലൂരുവിൽ എത്തുക എന്നുള്ളതും ബാംഗ്ലൂർ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടക എന്ന് നമുക്കറിയാം. അത്തരം ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് കാണാം. അങ്ങനെ ഓരോ തരത്തിലുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇത്ര ദിവസമൊക്കെ ഒളിവിൽ കഴിയുക, കേരള പോലീസിന്റെ പിടിയിൽപ്പെടാതെ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സഹായങ്ങളൊക്കെ കിട്ടിക്കാണണം. രഞ്ജിത്ത്, തീർച്ചയായും കോൺഗ്രസിന്റെ കർണാടകയിലെ ഉന്നത നേതാവിന്റെ സഹായമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ അവരുടെ കർണാടക പോലീസിന്റെയും കൂടി സഹായത്തോടു കൂടിയാണ് ഇദ്ദേഹം സുള്ളിയിൽ ഉണ്ടായെന്നാണ് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യം. അവിടെ ഒരു ഫാം ഹൗസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ തങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും 1 മണിക്കൂർ ദൂരം മാത്രമേ ഈ കോടതിയിലേക്കോ അല്ലെങ്കിൽ കാസർഗോഡിന്റെ അതിർത്തി പ്രദേശത്തെത്താൻ സമയമെടുക്കൂ. ആ വഴി തന്നെ വലിയ പരിശോധനകളൊന്നുമില്ലാതെ വളരെ പ്രയാസമില്ലാതെ തന്നെ എത്താനും പറ്റുന്ന സാഹചര്യമുണ്ട്. ജില്ലയിലെ കോൺഗ്രസുകാർ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സൗഹൃദത്തിന്റെ മുകളിലോ മറ്റോ സംസാരിക്കുമ്പോഴോ ഇത്തരം സൂചനകളൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിൽ രാഹുലിന്റെ വിവരങ്ങൾ അറിയും എന്ന് അവർ സമ്മതിച്ചാൽ തന്നെ കേസിൽ പ്രതികളാവാൻ വരെ സാധ്യതയുണ്ട്. അതുമാത്രമല്ല ശക്തമായ നടപടി ഉണ്ടായേക്കാം. കാരണം ഇന്ന് രാവിലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ പ്രതികരിച്ചത് ആ രീതിയിലാണ്. ഈ ഒരു ജാമ്യ ഹർജിന്മേലുള്ള വിധി അത് കോൺഗ്രസും ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ്. അതിൽ കൂടുതൽ നടപടികളൊക്കെ അതിനുശേഷം ഉണ്ടാവുമെന്നാണ് നമുക്ക് ഇവരുടെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കൈവിട്ടാൽ ഈ കോടതിയിൽ കീഴടങ്ങുക, കോടതിയിൽ കീഴടങ്ങിയതിനു ശേഷം പിന്നീട് അത് പോലീസ് നടപടിയിലേക്കും മറ്റും പോകുന്ന സാഹചര്യം ഉണ്ടാവും. എന്തായാലും അങ്ങനെ ഒരു നീക്കം നടക്കുന്നു എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹോസ്ദുർഗ് കോടതിയിലാണ് ഏറ്റവും അടുത്ത് ഇപ്പോൾ രാഹുൽ ഒളിവിൽ കഴിയുന്നു എന്ന് പറയുന്ന സ്ഥലത്തിന് ഏറ്റവും അടുത്ത് വരുന്നത് ഹോസ്ദുർഗ് കോടതിയാണ്. ആ കോടതിയിൽ ഹാജരാവാൻ ആണ് ശ്രമിക്കുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കോടതിക്ക് ചുറ്റും പോലീസുണ്ട്. ഏതെങ്കിലും തരത്തിൽ പോലീസ് വലയം ഭേദിച്ച് ഈ കോടതിയിൽ എത്തുക വളരെ പ്രയാസകരമാണ്. അതിനി ഏതായാലും വിധി ഇതിൽ വളരെ പ്രധാനമാണ്. ആ വിധി വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ജാഗ്രത ഉണ്ടാവുക. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിലും ഹോസ്ദുർഗ് കോടതിയിലും പോലീസിന്റെ വലിയ തോതിലുള്ള കാവൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിവിടെ കോടതിയിൽ തന്നെയുണ്ട്. ഒരുപാട് അഭിഭാഷകരോടൊക്കെ സംസാരിച്ചപ്പോഴും അതിനുള്ളൊരു സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. സാങ്കേതികമായി അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതിൽ നോട്ട് ടു അറസ്റ്റ് കൂടി ഒരു സംഭവം വരാനുണ്ട്. ആ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമായാൽ മാത്രമേ രാഹുലിന്റെ ഭാഗത്ത്
നീക്കങ്ങളുണ്ടാവും. അതിനുശേഷമായിരിക്കും ഇത്തരം നടപടികളിലേക്ക് രാഹുൽ കടക്കുക. അതിനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും രാഹുലിന്റെ അവസാന മൊബൈൽ ലൊക്കേഷൻ സുള്ളിയിലാണ് ഇറക്കി വിട്ടത് എന്ന് ഈ ഡ്രൈവറും പറയുന്നുണ്ട്. ഈ ഡ്രൈവർ ജോസ് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. രാഹുലിനെ ബംഗളൂരിൽ എത്തിച്ച് അതിനുശേഷം സുള്ളിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇയാൾ പോയത് എന്ന് പറയുന്നു. ചില സ്ഥലങ്ങളിൽ പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും പിടിക്കാനായില്ല. 8ാം ദിവസമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത്. കർണാടക കേരള അതിർത്തിയിൽ വലിയ തിരച്ചിൽ നടക്കുന്നുണ്ട്. SIT നീക്കങ്ങൾ രഹസ്യമായിരിക്കണമെന്ന നിർദ്ദേശം കൂടി ഉന്നതതലത്തിൽ നിന്നും അവർക്ക് ലഭിച്ച പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രാഹുൽ മങ്കൂട്ടത്തിനായുള്ള തെരച്ചിൽ പോലീസ് ഒരു വഴിയിലൂടെ തുടരുന്നു. മറ്റൊരു വഴിയിൽ ഇയാൾ കീഴടങ്ങിയേക്കുമെന്ന വാർത്ത പുറത്തു വരുന്നു. തിരുവനന്തപുരത്താകട്ടെ ഇയാളുടെ മുൻകൂർ ജാമ്യ ഹർജിയുമായുള്ള വാദം പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം നോട്ട് ടു അറസ്റ്റ് എന്ന ഹർജിയിൽ ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. രാഹുലിനെതിരെ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ ഉടൻ നടപടിയെന്നാണ് ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഞാൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചു. കൂടുതലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കമാൻഡ് അനുമതിയോടുകൂടി മാത്രമേ എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഞാൻ അക്കാര്യത്തിൽ പാർട്ടിയുടെ എൻ്റെ ഉത്തരവാദിത്വം തക്ക സമയത്ത് നിർവഹിച്ച് ആവശ്യമായ നടപടിയാണ്. ഇനി അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ഉചിതമായി തീരുമാനമെടുക്കുന്നതാണ്. രാഹുലിനെ സംരക്ഷിച്ചാൽ കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് രാജ്ഭവൻ ഉണ്ണിത്താൻ. സമാനതകളില്ലാത്ത നടപടി പാർട്ടി സ്വീകരിച്ചു. ഇനിയും അത്തരം നടപടി ഉണ്ടാകും. ഷാഫിക്കെതിരായ ആരോപണം ഉന്നയിക്കുന്നവർ തെളിവ് ഹാജരാക്കട്ടെ. ആൾക്കൂട്ട വിചാരണ മാത്രമാണ് തനിക്കെതിരെ ഇതുവരെയുള്ള ആരോപണമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. പിന്നെ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ വിവാദങ്ങൾ മാത്രമാണ് ഉയർന്നു വരുന്നത്. വീട് കിട്ടിയ പിടിവള്ളി അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണോ ഇടതുപക്ഷം ഉൾപ്പെടെ, അത് BJP ഉൾപ്പെടെ, അങ്ങനെയാണോ? എന്താണ് അങ്ങ് കരുതുന്നത്? അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിൽ അവർ ഫലപ്രദമായി വിജയിച്ചിരിക്കുന്നു. കാരണം കോൺഗ്രസിന്റെ നിലപാട് കൊണ്ടാണ് അവരത് വിജയിക്കാൻ കാരണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അല്ല കാതലായ പ്രശ്നം. ഇന്നലെ ഇന്ത്യയുടെ പാർലമെന്റിൽ രാജ്യസഭയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരു പ്രസ്താവന നടത്തി. കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതുപോലെ തന്നെ PM ശ്രീ, ഇതിൽ കേരള ഗവൺമെന്റിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ ഞങ്ങളുമായി ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്, ഒരു പവർ ബ്രോക്കറായി പ്രവർത്തിച്ചത് ശ്രീ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ MP ആണ്. അപ്പോൾ അദ്ദേഹത്തിന് രാജ്യസഭയിൽ നന്ദി രേഖപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ ഇത്രയും നാള് CPI-ക്കാര് ആരാണ് ഇതിൽ ഒപ്പുവയ്ക്കാൻ പ്രേരിപ്പിച്ചെന്നുള്ളതിനെ കണ്ടുപിടിച്ചല്ലോ, ആളെ കിട്ടിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണെന്നാണ് ഗുജറാത്തിലൊരു ചോദ്യം വന്നത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഇനിയുള്ള തലമുറ പഠിക്കണ്ട. ഇനി 2014 ശേഷമുള്ള ചരിത്രം പഠിച്ചാൽ മതി എന്നാണ്. മാത്രമല്ല, മഹാത്മാഗാന്ധിയെ കൊന്നവരെ മഹത്വവൽക്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അപ്പോൾ PM ശ്രീ പോലൊരു പദ്ധതിയിൽ ഇവർ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഇവരുടെ കള്ളത്തരങ്ങൾ വെളിവാക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ടു പിന്നാലെ ഷാഫി പറമ്പിൽ MPക്കെതിരെയും വലിയ ആരോപണം ആണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കൂടുതൽ പ്രതിരോധത്തിലായി ഷാഫിയുടെ ഭാഗത്തു നിന്നും, ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച അല്ലെങ്കിൽ ഇതിനൊരു അനുകൂല നിലപാടെടുത്തെന്ന് തോന്നുന്നുണ്ടോ? ബൈജു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അനാവശ്യമായി ആളുകളെ വിവാദത്തിലേക്ക് വലിച്ചഴക്കേണ്ട, മനസ്സിലായോ? ആരോപണം ആർക്കെതിരെ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. അതിന് അടിസ്ഥാനം വേണം, തെളിവുകൾ വേണം. ആരോപണങ്ങൾ ഇങ്ങനെ ഏറി ഉയർത്തിയിട്ട് കാര്യമില്ലല്ലോ. ആരോപണം ഉന്നയിക്കുന്നവൻ ആരാണോ അവന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് ഹാജരാക്കട്ടെ. അതല്ലേ മര്യാദ. അല്ലാതെ ഇങ്ങനെ ആരോപണം പറഞ്ഞുകൊണ്ടിരിക്കുക. ആരോപണം അല്ല വേണ്ടുന്നത്. ആരോപണത്തിന് അടിസ്ഥാനം വേണം, തെളിവ് വേണം. തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. അല്ല, തെളിവില്ലാതെ ഇങ്ങനെ ആരോപണം അത് ആർക്കെതിരെ ഉന്നയിക്കാം? മഹാത്മാഗാന്ധിക്കെതിരെ ഉന്നയിച്ചൂടെ? പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആരോപണം ഉന്നയിക്കലല്ല ആവശ്യമായ അടിസ്ഥാനം വേണം. അനാവശ്യമായി ഈ വിവാദത്തിലേക്ക് ആളുകളെ വലിച്ചഴിച്ച് ഒരു കൂടുതൽ ഇതിലേക്ക് പോകണ്ട. അങ്ങേക്ക് പറയാനുള്ള ഈ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ, തെറ്റായ നയങ്ങൾ, അത് UDFന് ഏത് തരത്തിൽ ഗുണം ചെയ്യും? പക്ഷേ ഈ പ്രതിരോധം, അതാണ് ആ കണക്റ്റഡ് ചോദ്യം. അല്ല, ശശി തരൂര് പോന്നു പുലി വരുന്നേ എന്ന് പറഞ്ഞല്ലാതെ പുലി വന്നില്ലല്ലോ. നിങ്ങളെല്ലാം എത്രയോ കാലമായി പറയുന്നു ശശി തരൂർ പോവും. പോയില്ല. പിന്നെ അയാൾ ഓരോ സമയത്തും പറഞ്ഞിട്ടുള്ള കാര്യത്തിനൊക്കെ ഞാൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്.
പറഞ്ഞു മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് വെച്ച് പൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് UDF ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. വലിയ വിജയം ഉണ്ടാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പറ്റും. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ഒരുക്കങ്ങളും ആരംഭിക്കും. തീർച്ചയായിട്ടും അതാണ് രാജ്ഭവൻ ഉണ്ണിത്താന് പ്രതികരിക്കാനുള്ളത്. രാജ്ഭവൻ ഉണ്ണിത്താൻ അതിനിശ്ചിതമായ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യഘട്ടം മുതൽ നടത്തുന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ്. എം.എ. ഷഹനാസ് പാർട്ടി വേദിയിൽ ഷാഫിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞായി അറിയില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറുപടി പറയേണ്ടത് ഷാഫി എന്നും ചെന്നിത്തല പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതികൾക്കിടെ കവിതയുമായി കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖിന്റെ ഭാര്യ ഷറഫുന്നീസ. സ്വപ്നങ്ങളെ ചാലിച്ച പിഞ്ചുപൂവിനെ പിച്ചിച്ചീന്തിയ കാപാലിക, നീ ഇത്രയും ക്രൂരനോ എന്നാണ് ഷറഫുന്നീസ കവിതയിലൂടെ ചോദിക്കുന്നത്. അവളെ തളയ്ക്കാൻ ശ്രമിച്ച ചോര പുരണ്ട നിന്റെ പല്ലുകൾക്ക് ദൈവം ഒരിക്കലും ശക്തി തരില്ലെന്നും ഷറഫുന്നീസ കുറിച്ചിട്ടുണ്ട്. രാഹുലിനെതിരായ പരോക്ഷ വിമർശനമാണ് കവിതയിലെന്ന അഭിപ്രായം ശക്തമാണ്. ഷാഫി പറമ്പിലാണ് രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ എന്ന് ആവർത്തിച്ച് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് ഇത്തരം വിമർശനം ഉയർത്തിയത്. എം.എ. ഷഹനാസിന്റെ വെളിപ്പെടുത്തലോടെ അക്കാര്യം വ്യക്തമായി എന്നും അദ്ദേഹം പറഞ്ഞു.